IPL മാച്ച് നമ്പർ 49 ഇന്ന് ചെപ്പോക്കിലേക്ക് പോകുമ്പോൾ ചെന്നൈയും പഞ്ചാബുമായിരിക്കും ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു പ്രിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും ആദ്യം പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 7:30 മുതൽ ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത്. ബ്ലാക്ക് സോയിലുള്ള ചെന്നൈയിലെ സെന്റർ വിക്കറ്റ് ആയിരിക്കും ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. സ്പിന്നേഴ്സിന് സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ ഓവർകാസ്റ്റ് കണ്ടീഷൻ ആയതിനാൽ ഡ്യൂ ഉണ്ടായേക്കില്ല എന്നാണ് കാണുന്നത്. അവസാനമായി ഈ ടീമുകൾ ഏറ്റുമുട്ടിയ 7-ൽ 6 തവണയും പഞ്ചാബാണ് ജയിച്ചത്. കഴിഞ്ഞ 2 സീസണിലും ചെന്നൈയിൽ CSK ഇവർ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. പഞ്ചാബിന് ഇത് വിജയിക്കാൻ പറ്റിയാൽ 13 പോയിന്റുമായി ഡയറക്റ്റായി 2ാം സ്ഥാനത്തേക്ക് പോകാൻ പറ്റും. ഡൽഹി, ഗുജറാത്ത് എന്നിവർ ലാസ്റ്റ് മത്സരങ്ങളിൽ തോറ്റത് ഇന്ന് ജയിക്കാൻ പറ്റിയാൽ പഞ്ചാബിന് അഡ്വാൻറ്റേജ് ആകും. CSK ജയിച്ചാൽ അവരുടെ വിദൂര സാധ്യത നിലനിർത്താനും ചെന്നൈക്ക് പറ്റും. എങ്കിലും ഇതിപ്പോൾ വെറും 1% മാത്രമാണ്. എങ്കിലും ടോപ്പിൽ നിൽക്കുന്ന ടീമിനെല്ലാം ചെന്നൈ ഇന്ന് ജയിക്കുന്നതായിരിക്കും ഫേവർ ചെയ്യുക. ഇനി ടീമുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ 2 ടീമിലും ഇഞ്ചുറി പ്രശ്നങ്ങളില്ല. ബ്രവിസിനെതിരെ ചഹൽ വരുന്ന മാച്ചപ്പ് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ദീപക് ഹൂഡയെ പോലുള്ള താരങ്ങളെ ചെന്നൈ ഇന്നും കളത്തിൽ കൊണ്ടുവരുമോ എന്നതും കണ്ടറിയേണ്ട ഒന്നാണ്. പഞ്ചാബിൽ പ്രിയാൻഷാര്യ, പ്രഭുസബ്രാൻ ഓപ്പണിംഗ്, ശ്രേയസ് അയ്യർ, ജോഷ് ഇംഗ്ലീഷ്, നെഹൽ വധേര, ശശാങ്ക് സിംഗ്, മാക്സ്വെൽ, ഒമർസായി അല്ലെങ്കിൽ സേവിയർ ബാർട്ട്ലെറ്റ്, മാർക്കോ യാൻസൺ, അർഷദീപ് ചഹൽ, ഹർപ്രീത് ബ്രാർ തുടങ്ങിയ ടീമിനാണ് ചാൻസ്. ചെന്നൈയിൽ ഷെയ്ഖ് റഷീദ്, ആയുഷ് മാത്രേ ഓപ്പണിംഗ്, സാം കരൺ, രവീന്ദ്ര ജഡേജ, ഡിവാൾ ബ്രവീസ്, ശിവൻ ദൂബെ, ദീപക് ഹൂഡ അല്ലെങ്കിൽ വിജയ് ശങ്കർ, MS ധോണി, നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, മദീഷ പതിരാന, അൻഷുൽ കമ്പോജ് തുടങ്ങിയ ടീമിനാണ് സാധ്യത. അവസാനമായി ശ്രദ്ധിക്കേണ്ട താരങ്ങൾ വിജയ സാധ്യത എന്നിവ നോക്കിയാൽ ആയുഷ് മാത്രേ, ബ്രവീസ്, ഖലീൽ അഹമ്മദ് എന്നിവരെ ചെന്നൈയിൽ നിന്നും, പ്രിയാൻഷാര്യ, ശ്രേയസ് ചഹൽ എന്നിവരെ പഞ്ചാബിൽ നിന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിജയ സാധ്യത പഞ്ചാബിന് തന്നെയാണ് കൂടുതൽ.